കാലവിലയുടെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്തുള്ള ഒരു മൃദുലയുടെ ഓഫീസ് ടൂർ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് ഞാൻ ചെയ്യണത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുള്ള അതാണ്, ചേച്ചി എന്താണ് ചെയ്യണത്, ഏത് ഫീൽഡിലാണെന്നൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ പ്രൊഫഷനെ പറ്റി പറഞ്ഞാലോ. അതെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. മാത്രമല്ല അസ്പയറിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും എന്താണ് പഠിക്കേണ്ടതെന്നും ഒക്കെ നമുക്കറിയാം. അതെ, അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി മൈക്രോബയോളജിയിൽ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന്, പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോടെക്നോളജിയാണ് ചെയ്തിട്ടുള്ളത്. അത് ട്രിച്ചിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസർച്ചൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുക വിധി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എത്തിപ്പെട്ടത് ക്ലിനിക്കൽ റിസർച്ചിലേക്കാണ്. നല്ല കാര്യം അല്ല, ഞാൻ പറയണത് റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി. അത് ശരിയാണ്, ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ജോലി കിട്ടി. എന്നിട്ട് എങ്ങനെ ജോലി കിട്ടിയത്? ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ ബാംഗ്ലൂർക്ക് പോയി. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അവിടെ. കസിൻ്റെ കൂടെ ഞാൻ താമസിച്ച് ചുമ്മാ ഒരു ജോബ് ഫെയർ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ അന്ന്. അപ്പോൾ അന്ന് ഞാൻ ജോബ് ഫെയർ പോയി. ഇതേപോലെ എൻ്റെ കസിൻസാണ് കൊണ്ടുപോയത്. അതിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എന്നെ കൊണ്ടുപോകാൻ. എന്താ വെച്ചാൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ തലശ്ശേരി പഠിച്ചു, പിന്നെ ട്രിച്ചി പഠിച്ചു എന്നല്ലാണ്ട് ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഇവരെല്ലാവരും കൊണ്ടുപോകാനുണ്ടായിരുന്നുകൊണ്ട് പോയി. ജോബ് ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മുടെ റെസ്യൂമേ കൊടുത്ത് സബ്മിറ്റ് ചെയ്തപ്പം ക്വിൻറ്റാൽസ് എന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന് ക്വിൻറ്റാൽസ് അല്ല അത്, പക്ഷേ ക്വിൻറ്റാൽസ് എന്ന് പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ CRO ആണ്. അതിൽ ക്ലിനിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ. അവരെന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കോൺട്രാക്ട് ഓർഗനൈസേഷൻസ് ആണ്. ഈ ഫാർമ കമ്പനിയായിട്ട് ടൈപ്പ് ഉള്ള ഓർഗനൈസേഷൻസ് ആണ്. അവർ ഫാർമ കമ്പനീസ് ഈ CROസിന് ഔട്ട്സോഴ്സ് ചെയ്യും പല ഏരിയാസ് ഡെവലപ്പ് ചെയ്യണത്. അതെ, അതിന്റെ പ്രീ ക്ലിനിക്കൽ ഫേസ് ഉണ്ട്, ക്ലിനിക്കൽ ഫേസ് ഉണ്ട്. അതായത് ആനിമൽ ടെസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ ഫേസിലേക്ക് വരും. അതിൽ മെയിൻ ഇതെന്താ വെച്ചാൽ phase 1 to phase 4 ആണ്. phase 1 എന്ന് പറയുമ്പം ഹെൽത്തി വോളണ്ടിയേഴ്സിലെ ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസിലെ phase 2 phase 3 പേഷ്യന്റ് ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ടെങ്കിൽ മാർക്കറ്റഡ് പ്രോഡക്റ്റ്. എത്ര വർഷമൊക്കെ എടുക്കും നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു മെഡിസിൻ ഒക്കെ പുറത്തു വരണമെങ്കിൽ? 10-15 കൊല്ലം ഒക്കെ എടുക്കും. അത്രയും റിസർച്ചും അത്രയും ടെസ്റ്റ് ചെയ്ത് അത്രയും റെഗുലേറ്ററി അപ്രൂവലും കാര്യങ്ങളും ഒക്കെ കിട്ടി. അത് നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്ന ഡ്രഗ്സ് വളരെ കുറവാണ്. അതിന്റെ പിന്നിൽ എത്രയോ സക്സസ് അല്ലാത്ത ഡ്രഗ്സ് ഒരുപാടുണ്ട്, മെഡിസിൻസ്. അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലേ, ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഇപ്പോൾ പ്രത്യേകിച്ചും ക്യാൻസറിലൊക്കെ വരുമ്പം നമ്മൾ പറയാറില്ലേ, അയ്യോ നമുക്ക് പുതിയ ട്രയലിലുള്ള ഒരു മരുന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ചെയ്യായിരുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഓരോ ട്രയൽ ഏത് ഓർഗനൈസേഷൻ അല്ല, ഏത് ഫാർമ കമ്പനിയാണ് ആ പെർട്ടിക്കുലർ തെറപ്യൂട്ടിക് ഏരിയ അല്ലെങ്കിൽ ഓങ്കോളജിയിൽ ഇന്ന ഒരു ക്യാൻസർ ഉണ്ട് ഫോർ എക്സാമ്പിൾ, അതിൽ ഇപ്പം സ്മോൾ സെൽ ലങ് ക്യാൻസർ അല്ലെങ്കിൽ സാർക്കോമ, ഇങ്ങനത്തെ പല ക്യാൻസറിനും പല ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഏത് ഫാമയാണ് അത് ചെയ്യണത്, ഗവൺമെൻറ് പോർട്ടൽസ് ഉണ്ട്. യൂറോപ്പിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോർട്ടൽസ് ഉണ്ട്. EU ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്ന പോർട്ടൽസ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എത്ര ട്രയൽസ് എന്തിനൊക്കെയാണ് നടക്കണം. എന്നിട്ട് ആ ട്രയൽസ് എവിടെയൊക്കെയാണ് നടക്കണം എന്നുള്ള ഓർഗനൈസേഷൻ, അതായത് ഹോസ്പിറ്റൽസിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ പേഷ്യൻസ് പോകുമ്പോൾ പേഷ്യൻസിൻ്റെ ഹോസ്പിറ്റൽസ്, ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ നടത്തുമ്പോൾ എന്താ വെച്ചാൽ ഓരോ ഹോസ്പിറ്റൽസ് ഇപ്പോൾ UK യൂറോപ്പിൽ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നുണ്ട്. അപ്പം പേഷ്യൻസിന് അതിൽ എലിജിബിൾ ആണെന്ന് ഡോക്ടേഴ്സിന് തോന്നുകയാണെന്ന് വെച്ചാൽ അവർ പറയും. അങ്ങനെ കൺസെൻറ്റിങ് പ്രോസസ്സ് ചെയ്ത് അവരുടെ അടുത്ത് പ്രോസ് ആൻഡ് കോൺസ് പറയും. ഒരു പ്രോപ്പർ കൺസെൻറ്റിങ് പ്രോസസ് ആണ്, ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ഇതൊക്കെ. അപ്പോൾ കൺസെൻറ്റിങ് പ്രോസസ്സ് ചെയ്ത് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അത് പേഷ്യൻസ് എലിജിബിൾ ആണ്, പേഷ്യൻസ് വില്ലിങ് ആണെങ്കിൽ they'll go ahead ആ ക്ലിനിക്കൽ ട്രയലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നിട്ട് ആ ക്ലിനിക്കൽ ട്രയൽ ഇത് ഞാൻ പറയുന്നത് പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ ട്രയൽ, പിന്നെ phase 1 ഉണ്ട്. അപ്പം ക്ലിനിക്കൽ ട്രയലിൽ കൂടെ ഗോ ത്രൂ ചെയ്തിട്ട് എത്രയോ ആൾക്കാർ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓങ്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ റിസർച്ച്, ക്യാൻസറിൻ്റെ പ്രോഡക്ട്സ് ആയിട്ടാണ് നമ്മളുടെ ഓർഗനൈസേഷൻ. അല്ലാണ്ട് പല തെറപ്യൂട്ടിക് ഏരിയ ഹൈലി റെഗുലേറ്റഡ് ആണ്. വിത്തൗട്ട് എന്താ പറയുക, അതാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഞാൻ ക്വാളിറ്റി അഷുറൻസിലാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രയൽ നടത്തണമെങ്കിൽ റെഗുലേറ്ററി ബോഡിയുടെ ഓരോ കൺട്രിക്കും, ഇപ്പം ഇന്ത്യയിൽ DCGI പോലെ തന്നെ ഇവിടെ MHRA ഉണ്ട്. അത്
അത് അങ്ങനത്തെ ഓർഗനൈസേഷൻസ് അപ്രൂവ് ചെയ്യണം ഓരോ ട്രയലും. ട്രയൽ അപ്രൂവ് ചെയ്ത് അവർക്ക് സംശയം ഉണ്ടാവും, അതിലൊക്കെ എക്സ്പേർട്സ് ഇരിക്കുന്നുണ്ടാവും, അതിൽ സംശയം ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രോട്ടോക്കോൾ സബ്മിറ്റ് ചെയ്ത പ്രോട്ടോക്കോൾ നമ്മൾ ഒരു ഫാർമ കമ്പനി സബ്മിറ്റ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനകത്ത് പലതും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരത് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രയൽ പ്രൊസീഡ് ചെയ്യുള്ളൂ ഒരു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ആ പ്രൊസീഡ് ചെയ്തിട്ട് ആ ട്രയൽ ഫേസിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ആണ്. ക്വാളിറ്റി അഷുറൻസിൽ ഞാൻ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഡിറ്റ് ചെയ്യും. ഐ നോർമലി ഗോ ടു ഹോസ്പിറ്റൽസ്. എന്നിട്ട് ഈ ട്രയൽ നടക്കണ ഓരോരോ ട്രയൽ നടക്കണ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഹോസ്പിറ്റൽ കംപ്ലൈൻറ്റ് ആണോ, അതേ കംപ്ലൈൻറ്റ് വിത്ത് ദ പ്രോട്ടോകോൾ, വിത്ത് ദ റിക്വയർഡ് other documents, other plans, other procedures and also regulatory guidelines. ഓരോ കൺട്രിക്കും ഓരോ റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ FDA ഗൈഡ് ലൈൻസ് പറയും, GCP ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് പറയും, അങ്ങനെ പല 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 FDA. അപ്പം അത് ഇവരൊക്കെ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണ്ടോ എന്ന് നോക്കിയിട്ട് കം ബാക്ക് ആൻഡ് റിപ്പോർട്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഓരോ കമ്പീറ്റൻറ്റ് അതോറിറ്റിയും, അതായത് റെഗുലേറ്ററി ബോഡി ഓഫ് ഈച്ച് കൺട്രി ഓൾസോ ഡസ് സിമിലർ ഇൻസ്പെക്ഷൻസ്. അതിന് ഇൻസ്പെക്ഷൻ എന്ന് പറയുക, നമ്മൾ ചെയ്യണത് ഓഡിറ്റ്സ് ആണ്. അപ്പോൾ ഓരോരോ ഇന്റേണൽ ഓഡിറ്റ്സ് പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽസ് പോയി ഓഡിറ്റ് ചെയ്യുന്നു. ഇന്ത്യയിലായിരുന്നു ആദ്യം ജോലി കിട്ടിയത്. പിന്നെ ഇന്ത്യയിൽ ഞാൻ ഓഡിറ്റിംഗ് ആയിരുന്നില്ല. ഞാൻ ആക്ച്വലി ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടാണ് CTC ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ ആയിട്ട്, ക്ലിനിക്കൽ ട്രയൽസ് കോർഡിനേറ്റർ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് മാറിയിട്ട് CRA ആയി. അത് കഴിഞ്ഞിട്ട് അതേപോലെ ക്വിൻറ്റൈൽസിൽ IQVIA. ഞാനതാ പറഞ്ഞത്, എനിക്ക് ആദ്യം കയറിയ ഉടൻ തന്നെ ട്രാവലിംഗ് ആയിരുന്നു. ട്രാവലിംഗ് ഒരു ട്രാവൽ പാർട്ട് ഓഫ് ദ ലൈഫായി മാറി. അപ്പം ട്രാവൽ ചെയ്യായിരുന്നു ഇന്ത്യയിലും. ബോംബെ, ഡൽഹി, ഹൈദരാബാദ് അല്ല, ട്രിവാൻഡ്രം, പൂനെ എല്ലാവിടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോസ്റ്റ്ലി ബോംബെയിലായിരുന്നു ഞങ്ങളുടെ എല്ലാ ട്രയൽസും, ബോംബെ, ഡൽഹിയിലായിരുന്നു. അപ്പോൾ ഒരുപാട് അഹമ്മദാബാദ് ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്ത് അങ്ങനെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഐ വാസ് സപ്പോർട്ടിങ് ദ ടീം ഇൻ ദ ഹോസ്പിറ്റൽ ടു കണ്ടക്ട് ദ ക്ലിനിക്കൽ ട്രയൽ ഓർ ടു ചെക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഐക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മാറിയപ്പം ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈ വന്നിട്ടാണ് ഏട്ടനെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഏട്ടൻ ഇവിടെ വന്നപ്പം ഞാൻ ഏട്ടൻ്റെ കൂടെ, അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു ഐക്കോൺ. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഐക്കോണിൻ്റെ സമയത്താണ് ക്വാളിറ്റി അഷുറൻസിലേക്ക് ഇത്തിരി എനിക്കൊരു എക്സ്പോഷർ കിട്ടിയത്. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു, ശരി ഓക്കെ, എന്നാൽ ക്വാളിറ്റി ഇസ് എ ഏരിയ ദറ്റ് ഐ റിയലി ലൈക്ക് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നിട്ട് കിട്ടിയപ്പോൾ മാറി. എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിൽ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, എല്ലായിടത്തും, ബോംബെ, എല്ലായിടത്തും ഒരുപാട് ക്ലിനിക്കൽ ഫാർമ കമ്പനീസ് ഉണ്ടോ? ഫാർമ കമ്പനീസ് ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ കമ്പനിയുടെ ഓരോ ബ്രാഞ്ചസും ഇൻ്റർനാഷണൽ ആണല്ലോ. അപ്പം ഉണ്ട്. അത് മാത്രമല്ല, ഇത് CROs എന്ന് പറയുന്നത് ഈ ഫാർമ കമ്പനീസ് ഔട്ട്സോഴ്സ് ചെയ്ത് ഫാർമ കമ്പനീസ് ഡയറക്റ്റ്ലിയും ഇതൊക്കെ ചെയ്യും. അതല്ലാണ്ട് CROs, ഇപ്പം ഞാൻ പറയുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്ത ഈ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ പറഞ്ഞ ഈ എല്ലാ റെഗുലേറ്ററി ഒരു സെക്ഷൻ, ട്രയൽസ് ഒരു സെക്ഷൻ, ഫാർമക്കോവിജിലൻസ് ഒരു സെക്ഷൻ, ഡേറ്റ മാനേജ്മെൻറ്റ് ഒരു സെക്ഷൻ, ഇപ്പം എല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ കമ്പനീസാണ് ക്ലിനിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻസ്. അവർ ഒരുപാടുണ്ട്, ഫാർമ കമ്പനീസും ഒരുപാടുണ്ട്. അപ്പം ലൈഫ് സയൻസിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ദിസ് ഇസ് എ ഗുഡ് ഫീൽഡ്. സയൻസ് എല്ലാം, സയൻസിൻ്റെ എല്ലാം. എനിക്ക് തോന്നുന്നു ഫാർമ കമ്പനീസിൽ ലൈഫ് സയൻസ് അല്ലാതെ തന്നെ ഈ ഡേറ്റ അനാലിസിസും ഒരുപാട് ഡേറ്റ ഉണ്ടല്ലോ. ബിക്കോസ് ഇപ്പം എല്ലാം കുറേ പണ്ട് നമ്മളൊക്കെ തുടങ്ങുന്ന സമയത്ത് എല്ലാം പേപ്പറിലായിരുന്നല്ലോ. ഇപ്പം മാറി, ഇപ്പം എല്ലാം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ്. അപ്പോൾ ദ ഡേറ്റ, പേഷ്യൻ്റ് ഡേറ്റ കളക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഡേറ്റ നമുക്ക് വേണമല്ലോ. ആ പ്രോട്ടോക്കോളിന് ആ ഒരു ട്രയൽ നടക്കണതിൻ്റെ ഡേറ്റ കംപ്ലീറ്റ്ലി നമുക്ക് ട്രാൻസ്ഫർ ആയി വരണത് കംപ്ലീറ്റ്ലി ഡേറ്റാ ബേസ് കൂടെയല്ലേ. ആ ഡേറ്റാ ബേസ് കംപ്ലീറ്റ്ലി നോക്കണതൊക്കെ ഈ പറഞ്ഞ പോലെ സെറ്റപ്പ് ചെയ്യണതും ഇതൊക്കെ നമുക്ക് വലിയ വലിയ കമ്പനീസായിട്ട്, IT കമ്പനീസായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ സബ് കോൺട്രാക്ടേഴ്സാണ് വലിയ വലിയ കമ്പനീസൊക്കെ. അപ്പം എന്താ പറയുക, കേസ് റിപ്പോർട്ട് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതിലാണ് എല്ലാ CRF എന്ന് പറയും, അതിലാണ് എല്ലാ ഡേറ്റയും ഫ്രം ദ സൈറ്റ് ഇറ്റ് കംസ് ടു ദ സ്പോൺസർ ത്രൂ ദാറ്റ്. അപ്പം IT സെക്ടറിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫാർമ ഇൻഡസ്ട്രിയിലുണ്ട്. ഇതിലേക്ക് വരണമെങ്കിൽ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈഫ് സയൻസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ ക്ലിനിക്കൽ ട്രയൽസിലേക്കും ഈ ഏരിയയിലേക്ക് വരണമെങ്കിൽ ലൈഫ് സയൻസ് പഠിക്കണം. ഇങ്ങനത്തെ കമ്പനീസിൽ പോയിട്ട് അവരുടെ ജോബ് ഓപ്പണിങ്സ് ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ്. ഇപ്പം ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ MSD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ്.
അതാണ് മൃദുലയുടെ ഒരു കരിയർ പാത്ത്. പാത്ത്. എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടറാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു, ആവാൻ പറ്റിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ്. അപ്പം എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നും ഒരു പഠിക്കാം. ഇപ്പോൾ ഓരോരോ ട്രയലിൽ പോകുമ്പോഴും ഐ എം ലേണിംഗ് സംതിങ് ന്യൂ എവറി ഡേ ദർ ഇസ് ഓരോരോ പ്രോജക്റ്റ് കിട്ടുമ്പോഴും പുതിയ പുതിയ തെറപ്യൂട്ടിക് ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഓങ്കോളജിയിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോൾ ആണെങ്കിൽ നാളെ ചിലപ്പോൾ കാർഡിയോ വാസ്കുലർ പ്രോട്ടോക്കോൾ ആയിരിക്കും. അപ്പോൾ ഓരോന്നിനും നമ്മൾ പഠിക്കണം. ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മൃദുലയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ സ്റ്റഡീസും കണ്ട് അതിൻ്റെയൊക്കെ സിംറ്റംസ് ഒക്കെ കണ്ട് എന്ത് പിന്നെ കണ്ടു കഴിഞ്ഞാലും എനിക്കെന്തോ അസുഖമാണെന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ പോയി കാണാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ? അത് ഇതിൻ്റെ ഒരു കാരണമാണ് തോന്നാറുണ്ടോ? അതെൻ്റെ എല്ലാ കൊളീഗ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോഴും പറയാറുണ്ട് കേട്ടോ. സ്പെഷ്യലി എന്താ പറയുക, ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിലായതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പോയിട്ട് നോക്കണത് മുഴുവൻ പേഷ്യൻ്റ് ഡേറ്റ ആണല്ലോ. അപ്പോൾ പേഷ്യൻസിന് ഇങ്ങനത്തെ ഓരോ സിംറ്റംസ് ഉണ്ട്, ഇങ്ങനത്തെ ഓക്കെ അപ്പം അത് മാനസികമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ഇത്രയധികം പേഷ്യൻസിൻ്റെ അവസ്ഥ കാണുമ്പോഴും അതേപോലെ സൈഡ് എഫക്ട്സ് കാണുമ്പോഴും അല്ലേ, ചില പേഷ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ബിക്കോസ് അവർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ട് അവരുടെ ലൈഫ് സ്പാൻ നല്ലോണം ഇതാണ്ട് ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡിസീസ് സ്റ്റേബിളായിട്ട് പോകണു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചില ഡിസീസ്ഡ് പേഷ്യൻസിനെ നമുക്ക് നോക്കേണ്ടി വരും, ഡേറ്റ നോക്കേണ്ടി വരും. അപ്പോൾ യു ഫീൽ എല്ലാ മെഡിസിൻസും ഇപ്പം എല്ലാവർക്കും എഫക്റ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ? പിന്നെ ബ്ലൈൻഡഡ് സ്റ്റഡീസ് അല്ല, പ്ലസീബോ കൺട്രോൾഡും ആയിരിക്കും പലതും. അതായത് പകുതി പേർക്ക് റാൻഡമൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയിലേക്ക് വരണ പകുതി പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ആക്ച്വൽ ഡ്രഗ്സ്. അത് ഡിപ്പെൻസ്. ചില സ്റ്റഡീസിന് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, ഓപ്പൺ ലേബൽ ആണെങ്കിൽ പേഷ്യൻസിന് അറിയാൻ പറ്റില്ല. പ്ലസീബോ ആയിരിക്കും. പക്ഷേ അവർക്ക് നോർമലി അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ കിട്ടുക അത് കിട്ടുന്നുണ്ടാവും. ഇറ്റ്സ് നോട്ട് ദാറ്റ് അവർക്ക് ഒന്നും ഡിപ്രൈവ്ഡ് ആയിരിക്കില്ല അവർ. ഓക്കെ, അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവും. അത് കൂടാണ്ടാണ് നമ്മളുടെ ഈ ട്രയലിൽ ഇൻ അഡിഷൻ ടു ദ സ്റ്റാൻഡേർഡ് മെഡിക്കേഷൻ ആണ് ഈ ക്ലിനിക്കൽ ട്രയൽ മെഡിക്കേഷൻ. അപ്പം അവരിൽ അപ്പം കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണല്ലോ ഓരോ സ്റ്റഡിയും നോക്കണത്, അല്ലാണ്ട് പറ്റില്ല. അങ്ങനെയാണ് മൃദുലയുടെ ഒരു കരിയർ പാത്ത്. എൻ്റെ കരിയർ പാത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഡിഗ്രിക്ക് ഇലക്ട്രോണിക്സാണ് പഠിച്ചത്, IHRDയിലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അത് ഇങ്ങനെ തട്ടിക്കുട്ടി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വീട്ടിൽ ഭയങ്കര നിർബന്ധമായിരുന്നു മാസ്റ്റേഴ്സ് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് പിന്നെയും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൊണ്ട് ഞാൻ എന്ത് വെച്ചാൽ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും MSc കമ്പ്യൂട്ടർ സയൻസിനും MCAക്കൊക്കെ പോയ സമയത്ത് ഞാൻ പോയിട്ട് MBAക്ക് ജോയിൻ ചെയ്തു. കൊല്ലത്ത് TKMലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കത് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത്. MBA കാരണം എന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ചത് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉള്ള സംഭവമായിരുന്നു. അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഒരു നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഒരുപാട് മാറി, പേഴ്സണാലിറ്റി വൈസ് ഒക്കെ ഒരുപാട് മാറി. നമ്മൾ ഒരുപാട് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാം, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ മാറി. അപ്പം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. അങ്ങനെ അപ്പം ഞാൻ പക്ഷേ ഫോക്കസ് ചെയ്തിരുന്നത് ക്വാളിറ്റി ഓപ്പറേഷൻസിലായിരുന്നു. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ആയിരുന്നു, ദൈവത്തിന് അറിയാതെ മാർക്കറ്റിങ്ങും ഓപ്പറേഷൻസും ആയിരുന്നു. അപ്പം എനിക്ക് ക്വാളിറ്റിയിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്കത് കിട്ടിയില്ല. ജസ്റ്റ് ആഫ്റ്റർ കോളേജ് കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോയി, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലൊക്കെ പല ഇൻ്റർവ്യൂവിനും പോയി. റിസൾട്ട് വന്നപ്പം എനിക്ക് ഞാൻ എല്ലാ ലെവൽസും ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം സെലക്ട് ചെയ്ത ആൾക്കാർ, ചില ആൾക്കാരൊന്നും ഇൻ്റർവ്യൂവിന് പോലും വരാത്ത ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പം വല്ല കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഭയങ്കര വിഷമമായി. എന്നാലും എനിക്ക് ക്യാമ്പസിൽ തന്നെ ഒരു മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞ US ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് കേരളത്തിൽ ആദ്യം കോഴിക്കോടായിരുന്നു ജോലി കിട്ടിയത്. അതിൽ പക്ഷേ എനിക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് നന്നായി ചെയ്തു. എനിക്ക് പെട്ടെന്ന് പ്രൊമോഷനൊക്കെ ആയിട്ട് ചെന്നൈയിൽ പോയി. അങ്ങനെയാണ് നമ്മൾ ചെന്നൈയിൽ, അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയൊക്കെ ചെന്നൈയിലായിരുന്നു. ആ സമയത്താണ് ചെന്നൈയിൽ നല്ല ടൈമായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ടെക് മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൂനെയിൽ. എൻ്റെ കൂടെ MBAക്ക് പഠിച്ചു തന്നെയാണ്. അപ്പം അവൻ MBAക്ക് പഠിച്ചിരുന്നു. അപ്പം അവന് ടെക് മഹീന്ദ്രയിലായിരുന്നു. അവൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് CVs വേണം, അവർ കുറച്ച് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അറിയുന്ന ആൾക്കാരുടെ CV ഒക്കെ അവൻ അയച്ചു കൊടുത്തു.
അപ്പോൾ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. എടാ എന്നെ കൂടെ അയച്ചോ, നീ പിന്നെ നിന്നോട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ CV അയച്ചു കൊടുത്തു. പക്ഷെ പെട്ടെന്ന് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം എനിക്ക് അറിയുന്ന ക്വാളിറ്റി ഓപ്പറേഷൻസും പ്രോസസ്സൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ അത്യാവശ്യം പെർഫോം ചെയ്ത് തോന്നുന്നു. അപ്പോൾ അവർ സെലക്ട് ചെയ്തു. പൂനെയിലായിരുന്നു, ടെക് മഹീന്ദ്ര പൂനെയിലായിരുന്നു. അത് ജോയിൻ ചെയ്തു. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ആയിരുന്നു. ആ സമയത്ത് അനന്യ ക്യാരിങ് ആയിരുന്നു അല്ലേ, ഞാൻ pregnant പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പെട്ടെന്ന് പൂനെയിൽ പോയി നെക്സ്റ്റ് മന്ത് തന്നെ യുകെയിലേക്ക് വന്നു. UK വന്നു. UK അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. നമ്മള് അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല UK വരാന്നൊരു ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മള് ചെന്നൈയിൽ സെറ്റിൽ ആവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് 2 മാസത്തെ പ്രൊജക്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 മാസമാണെങ്കിൽ ഓക്കെ, കാരണം മൃദുല ക്യാരിങ് ആണ്, എനിക്ക് എന്തെങ്കിലും തിരിച്ചു വരണം എന്ന് പറഞ്ഞ് 2 മാസത്തേക്ക് ഞാനിവിടെ ബ്രിട്ടീഷ് ടെലികോമിൻ്റെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി വന്നു. സെൻട്രൽ ലണ്ടനിലായിരുന്നു. അത് 2 മാസം കഴിഞ്ഞു. ഞാൻ ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു. പെട്ടെന്ന് UK എത്തി. 2007 2 മാസം വർക്ക് ചെയ്തു. പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി. അപ്പോഴാണ് ചെന്നൈയിൽ ഡെലിവറി സമയത്ത് ചെന്നൈയിലേക്ക് വന്നു. കറക്റ്റ് സമയത്ത് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പൂനെ 28 ആകുമ്പോഴേക്കും തിരിച്ചു പോയി. ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ച് പൂനെയിൽ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, ഇല്ല തിരിച്ചു വരണം, വേറൊരു പ്രൊജക്റ്റ് ഉണ്ട് ഇവിടെ വെയിൽസിൽ, കാർഡിഫിൽ പ്രൊജക്റ്റ് ഉണ്ട്, അനൂപ് വന്നേ പറ്റൂ എന്നൊക്കെ. അത് വെറുതെ പറയണതാണ്, നമുക്ക് അവർക്ക് സമയത്ത് ആൾക്കാരെ വേണം. അപ്പോൾ ഞാൻ പിന്നെയും മനസ്സിലാവാതെ പിന്നെ UK വന്നു. പിന്നെ ഒരു 6 months UK അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അത് പരിപാടി നടക്കില്ല. അതെ, കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു. അപ്പം ഏട്ടന് ശരിക്കും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, മിസ്സായി. അപ്പം എനിക്ക് ഭയങ്കര അതുകൊണ്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങള് പിന്നല്ല അതൊക്കെ ഉണ്ട് എന്നാലും. അപ്പം ഞാൻ തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഇല്ല എവിടെയും പോകണില്ല. പൂനെയിൽ നമ്മളൊരു പിന്നെ ഫ്ലാറ്റൊക്കെ എടുത്ത് നമ്മളവിടെ മൃദുല ചെന്നൈയിൽ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പൂനെയിൽ സെറ്റിൽ ആവാൻ വേണ്ടി പൂനെയിലെല്ലാം സെറ്റാക്കി. പൂനെയിലെല്ലാം സെറ്റാക്കിയ സമയത്തുണ്ട് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി. വീണ്ടും പറഞ്ഞു, ഇല്ല വന്നേ പറ്റുള്ളൂ, UK വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഓക്കെ എന്നാൽ വരാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ മൃദുലയൊക്കെ റിസൈൻ ചെയ്തിരിക്കുകയാണ്, മൃദുലയും മോളും കൂടെ വരികയാണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2008 നിങ്ങൾ എല്ലാവരും കൂടി വന്നു. ഏപ്രിലിൽ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ കുറച്ച് ദിവസം നമുക്ക് നോക്കി. റിസഷൻ സമയമായിരുന്നു ആക്ച്വലി 2008 നമ്മൾ ഇവിടെ വന്ന സമയത്ത്. ലെമൺ ബ്രദേഴ്സിന്റെ ഒക്കെ വലിയ റിസഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. പക്ഷെ അത്യാവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ. അപ്പം എന്താണെന്ന് വെച്ചാൽ മൃദുല ജോലിക്ക് ഈ ക്ലിനിക്കൽ റിസർച്ച് ആയതുകൊണ്ട് മൃദുല ജോലിക്ക് അപ്ലൈ ചെയ്തു. 1 മാസം കൊണ്ട് ജോലി കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ കുറച്ച് കാലം നോക്കാം, ഒരു 5 വർഷം നോക്കാം. അങ്ങനെ 5 വർഷം, അങ്ങനെ 10 വർഷമായി. അങ്ങനെ കാലങ്ങൾ പെട്ടെന്ന് പോയി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസ്. ഞാൻ ഇപ്പം AI അഡോപ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കരിയോഗ്രാഫാണ്. അതാണ് നമ്മുടെ കരിയർ ജേണി. അപ്പോൾ എല്ലാവരും ഒരുപാട്, ഇപ്പോൾ എനിക്ക് ഈ റീൽ കഴിഞ്ഞ ശേഷം, ഈ റീൽസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് എൻക്വയറി വന്നിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇങ്ങനെ ഇതിപ്പം ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഇന്ത്യയിൽ, എന്താ ഇങ്ങനെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക, അതൊക്കെ നമ്മൾ സ്വയം എല്ലാവരും നോക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ ജേണി ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ലൈഫിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യം കിട്ടിയ ജോലി എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിയ ജോലി ഞാൻ എടുത്തിട്ട് പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് എനിക്ക് കറങ്ങി തിരിഞ്ഞൊരു 2-3 years കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ് ആ ഏരിയയിലേക്ക് ഞാൻ വന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പം ചില ആൾക്കാരൊക്കെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്തത്? എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്നും അങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു വഴിക്ക് അങ്ങനെ പോയി. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നൊക്കെയുള്ളൊരു ഫോക്കസ് ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും എന്നുള്ളൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലി ഭയങ്കര ഹാർഡ് വർക്കിൽ നല്ല പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ആദ്യം ജോലി തുടങ്ങിയപ്പോഴൊക്കെ നമ്മൾ തലകുത്തി നിന്നിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു ജനറേഷൻ ഇറ്റ്സ് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഇരിക്കുന്ന ഒരു ജനറേഷൻ ആയിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ എല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതേപോലെ ഇപ്പോൾ ക്വാളിറ്റി അഷുറൻസിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഹാപ്പി.
അപ്പം അതെ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കരിയർ പാത്ത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യു കെയിലെത്തിയതും ഇങ്ങനെ തന്നെയായിരുന്നു. യു കെയിലെത്തിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനപ്പം എൻ്റെ വർക്ക് വിസയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് അപ്പോൾ മൃദുല ജോയിൻ ഡിപ്പെൻഡൻ്റ് ചെയ്തു വന്നു. ഏട്ടനെ. അങ്ങനെ പിന്നെ അതിൽ നിന്നൊക്കെ മാറി ഞങ്ങൾ വേറെ ജോലിയൊക്കെ മാറി. ഞങ്ങളുടെ വിസയും മാറി, ജോലി ഇപ്പൊ വിസയും മാറി, പിന്നെ ഇവിടെ തന്നെ ആയിപ്പോയി. ഇതായിരിക്കും നമ്മുടെ ഡെസ്റ്റിനി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്തായാലും ഹാപ്പി. ഹാപ്പി. അപ്പം ഏട്ടൻ്റെ ലൈഫിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അതെന്തായിരിക്കും? എനിക്ക് അത്ര അധികം ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് ഈ യു കെയിൽ വന്നിട്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, നമ്മൾ ഈ മരണം മുന്നിൽ കാണുന്നതൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു കുറച്ച് വർഷങ്ങളായി. ഇതേപോലെ ഒരു വിൻ്റർ സമയത്തായിരുന്നു, സെപ്റ്റംബർ സമയത്തായിരുന്നു. ഞാൻ ഓഫീസിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു 10 minutes വാക്ക് ഉണ്ട് വീട്ടിലേക്ക്. അന്ന് അനന്യ മാത്രമേ ഉള്ളൂ. അനന്യ ചെറിയ കുട്ടിയാണ്. അപ്പം ഞാൻ രാത്രി നടക്കുക. അപ്പം ഒരു സാധാരണ ഏട്ടൻ എപ്പോഴും വിളിക്കും. അപ്പം ഞാൻ അനന്യ ഉറങ്ങുകയാണെന്ന് വെച്ചാൽ അനന്യ കാറിൽ വെക്കും. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് വീട്ടിലിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കാറിൽ എടുത്തുകൊണ്ടേ കാറിൽ കിടത്തിയിട്ട് ഞാൻ പോയിട്ട് ഏട്ടനെ പിക്ക് ചെയ്ത് കൊണ്ടുവരും. അതാണ് വിൻ്ററിൽ. സമ്മറിൽ ഇഷ്ടംപോലെ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറിൽ 10 മണി വരെ നല്ല വെളിച്ചാണ്, അപ്പോൾ നടക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ വിൻ്ററിൽ ഒരു 2-3 മണിയാകുമ്പോഴേക്കും നല്ല കൂരാക്കൂരി ഇരുട്ടാവണത് കൊണ്ട് സാധാരണ പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അത്ര വലിയ ഡേഞ്ചറസ് ആയിട്ട് ഏരിയ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി വീട്ടിലേക്ക്. അപ്പോൾ ഒരു പയ്യൻ ഒരു 14-15 ഇയേഴ്സേ ഉണ്ടാവുള്ളൂ. ഒരു ബൈക്കിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് റഫായിട്ടുള്ള ഒരു ടൈപ്പ് ആണെന്നുള്ള ഒരു വൈറ്റ് പയ്യനായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ വന്നിട്ട് ടൈം എന്തായും ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ടൈമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു എന്താ ബാഗിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബാഗിൽ എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറയുക ഓഫീസിലെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിങ്ങനെ ജസ്റ്റ് കെപ്റ്റ് വാക്കിംഗ്. എനിക്ക് അപ്പോൾ മനസ്സിലായി സംതിങ് ഈസ് എന്തോ റോങ് ആണെന്നല്ല എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു. ആരുമില്ല, കാരണം ഇവിടെയൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും വാതിലടച്ച് വീട്ടിൽ അല്ലാതെ റോഡിലൊന്നും ആരും ഉണ്ടാവില്ല. ഒരു ചെറിയൊരു വഴിയാണ് തന്നെ. അപ്പോൾ ചെറിയ വഴിയല്ല, ഓപ്പൺ റോഡാണ്, പക്ഷേ സൈഡിലൊരു വഴിയുണ്ട്. അപ്പം അവൻ പെട്ടെന്ന് കുറച്ച് അവൻ്റെ ഒരു ടോണൊക്കെ മാറാൻ തുടങ്ങി. അവൻ പറഞ്ഞു ഇവിടെ യു കെയിൽ നൈഫ് ക്രൈം ഭയങ്കര കൂടുതലാണ്, പ്രത്യേകിച്ച് ലണ്ടൻ ഏരിയയിലൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് വലിയൊരു നൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഒരു കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു. പുറത്തേക്ക് എടുത്തില്ല, പക്ഷെ പറഞ്ഞു എന്താ വലിയൊരു നൈഫാണ്, ഇത്ര വലിയൊരു നൈഫാണ്, ഞാനിപ്പം എന്തെങ്കിലും ചെയ്യും, എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ആ സമയത്ത് ഞാൻ കുറച്ചിങ്ങനെ എന്താ പറയുക പാനിക്കൊന്നും ആയില്ല. ഞാൻ വളരെ കൂളായിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് പാനിക്കാവുന്ന ആളല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്, കീപ്പ് വാക്കിംഗ്. അയാളും എൻ്റെ കൂടെ നടക്കുകയാണ്. പക്ഷേ ഹീസ് ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട്. അപ്പം എന്നോട് പറഞ്ഞു പെട്ടെന്ന് തന്നോ, അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ കുത്തും, എനിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് കീപ്പ് വാക്കിംഗ്. ഞാൻ കുറച്ചും കൂടെ ഫാസ്റ്റ് പേസിൽ നടക്കാൻ തുടങ്ങി. ഐ വാസ് തിങ്കിങ്, ആ നിമിഷം ഞാൻ ആലോചിച്ചു മേ ബി ഇതായിരിക്കും ചിലപ്പോൾ എൻ്റെ ഒന്നും അറിയില്ല. കാരണം അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക നിന്നെക്കുറിച്ചും പിന്നെ മൃദുലയെക്കുറിച്ചും മോളെക്കുറിച്ചും എൻ്റെ പാരൻസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വരും. എന്നുവെച്ചാൽ ആ ഒരു പേടി വരും. പക്ഷെ എന്നാലും ഐ ജസ്റ്റ് കെപ്റ്റ് വാക്കിംഗ്. ഇവൻ പയ്യൻ വീണ്ടും അഗ്രസീവായിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുക. ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ യു നെവർ നോ വാട്ട് വിൽ ഹാപ്പൻ. പിന്നെ 10-15 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ യു ആർ ക്വൈറ്റ് ടോൾ. പക്ഷെ അവനും അത്യാവശ്യം സൈസുള്ള പയ്യനാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അതൊരു റിസ്ക് ആണ്. ആ റിസ്ക് നമ്മൾ എടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് അപ്പോഴത്തെ ഓപ്ഷൻ. പക്ഷെ ഐ കെപ്റ്റ് വാക്കിംഗ്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഈസ് നോട്ട് ഗോണ സ്റ്റോപ്പ്. അപ്പം ഭയങ്കര അഗ്രസീവായിട്ട് എൻ്റെ അടുത്തേക്കൊക്കെ വരാൻ തുടങ്ങി. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര അഗ്രഷനിലോടെ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ്, എന്താ പറയുക ഫോണല്ല വേണ്ടത്, ഫോൺ തരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പക്ഷേ ഫോൺ പുറത്തേക്ക് എടുത്തു. അത് HTCയുടെ അന്നൊരു ഫോണായിരുന്നു, അത്യാവശ്യം നല്ല ഫോണായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഈ ഫോണിനകത്ത് എൻ്റെ കുറേ പേഴ്സണൽ ഡേറ്റ ഉണ്ട്, അതുപോലെ എൻ്റെ സിം കാർഡൊക്കെ ഉണ്ട്, എല്ലാം കൂടി തരാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് പിന്നെ ഇറിറ്റേഷൻ. പക്ഷേ ഞാൻ വളരെ കാമായിട്ട് അവനോട് പറഞ്ഞു ഇതാണ് സംഭവം. അപ്പോഴത്തേക്ക് എനിക്കറിയാം ഈവൻ ഇഫ് ഐ റൺ എനിക്ക് വീട് കാണാൻ പറ്റും, അത്ര ദൂരമേ ഉള്ളൂ. അപ്പം എനിക്ക് വേണമെങ്കിൽ റൺ ചെയ്താലോ അല്ലെങ്കിൽ എത്തും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ എന്നുള്ളൊരു അഗ്രസീവായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ എന്നിട്ട്
വളരെ കാമായിട്ട് ഫോൺ എടുത്തു. നമ്മുടെ കാരണം മോളുടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതും പിന്നെ നമ്മുടെ SD കാർഡും സിമ്മും പുറത്തെടുത്തിട്ട് ഞാൻ അവനെ ഫോൺ കൊടുത്തു. എന്നിട്ട് അവൻ പോയി. ലാപ്ടോപ്പ് ചോദിച്ചോ? ഇല്ലില്ല, എൻ്റെ അടുത്ത് ഐപാഡാണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ അതിലേക്കൊന്നും അധികം കോൺവെർസേഷൻ കൊണ്ടുപോയില്ല. കാരണം എൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക, വേറൊരു ഓഫീസ് ഫോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ എന്താ പറയുക, കോൺഫിഡൻഷ്യൽ ഡേറ്റ ഒക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്തിട്ട് അത് കൊടുത്തിട്ട് ഐ ജസ്റ്റ് കെപ്റ്റ് വാക്കിംഗ്. വീട്ടിലെത്തി. ആ സമയത്താണ് ആ ഒരു ടൈമിൽ എന്താ പറയുക, ഭയങ്കര സ്കെയറി ആയിരുന്നു. വെച്ചാൽ പിന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്നും ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ് ഇങ്ങനെ. കാരണം അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ അത് വലിയൊരു സംഭവമൊന്നുമില്ല. ഇതൊരു 40 പൗണ്ടിന് 30 പൗണ്ടിന് വിറ്റിട്ട് ഡ്രഗ്സ് അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ പോലീസിനെ 999 വിളിച്ച പോലീസ് വന്നു. ഒരു 5-10 മിനിറ്റ്സിൽ പോലീസ് വന്നു. അതെ പെട്ടെന്ന് ഒരു വന്നു. അതെ ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഒരു ഫീമെയിൽ പോലീസും ഒരു മെയിൽ പോലീസുമാണ് വന്നത്. അപ്പൊ അവർ പറഞ്ഞു, അവർ ആദ്യം പറഞ്ഞത് തന്നെ ഇതാണ്, വൈ ഡിഡ്ന്റ് യു ഗോ ആൻഡ് പിക്ക് എന്നാണ് അത് പറഞ്ഞത്. യു ഷുഡ് ഹാവ് ഗോൺ അല്ലേ? അല്ല, വാട്ട് യു ഡിഡ് ഇസ് അബ്സല്യൂട്ട്ലി റൈറ്റ് തിങ് എന്നാണ് അവർ അവർ പറഞ്ഞു പറഞ്ഞത്. ഒരിക്കലും ഇങ്ങനത്തെ സംഭവത്ത് ഒരു എന്താ പറയാ, ഒരു അറ്റാക്ക് ചെയ്യാൻ തിരിച്ചും അറ്റാക്ക് ചെയ്യാൻ പോയിരിക്കണം ബെറ്റർ. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. പക്ഷെ ഞാൻ ആലോചിക്കും, ഞാനൊറ്റായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഞാൻ എന്താ ചെയ്യാന്നുള്ള. ഐ ഡോണ്ട് നോ. ഏട്ടൻ ചിലപ്പോൾ എനിക്ക് തോന്നും മേ ബി ബിക്കോസ് ഓഫ് യുവർ കാം നേച്ചർ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയത്. ഞാനാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാന്ന് എനിക്കിപ്പോഴും അറിയില്ല. അല്ല, അതെന്തോ എന്താ ലൈഫിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും മാറ്റാൻ പറ്റില്ല. എന്താണോ നമ്മൾ ചെയ്യുക, പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും കുറച്ചും കൂടെ കാമായിട്ടിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ റാദർ ദാൻ ഗെറ്റിംഗ് ഇൻ ടു. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തു. കാരണം ഞാൻ ഇത്ര നേരം ഓൾമോസ്റ്റ് ഒരു 5 to 7 മിനിറ്റ്സ് അവൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അവൻ്റെ ഫുൾ ഫീച്ചേഴ്സും, അവൻ എന്തായിട്ടുള്ളത്, അവൻ്റെ എന്ത് ഷൂസ് ആയിട്ടുള്ളത്, എന്ത് സൈക്കിളായിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫുള്ള് അവർക്ക് കൊടുത്തു. വിത്തിൻ 2 വീക്സ് അവരെന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. എന്നിട്ട് അവർ തന്നെ എന്താ പറയുക, വീഡിയോ, നമ്മൾ പരേഡ് എന്ന് പറയില്ല, അതേപോലെ അവർ വീഡിയോയിലാണ് കാണിക്കുക. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ഒരു 3-4 ആൾക്കാരെ കാണിക്കുക. നമ്മൾ അത്ര ഷാർപ്പായിട്ട് നോക്കിയാൽ മാത്രമേ അത് ആരാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഈ പയ്യനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതാണെന്നല്ല. ഞാനത് അവനെ പിന്നെ കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ അവർ എന്നിട്ട് അവൻ 18 months അവൻ ജയിലിലായിരുന്നു. കാരണം ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്നതാണ്. പക്ഷെ അവൻ നൈഫ് എടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേഴ്സ് ആയതിനെ. പക്ഷെ എന്നാൽ തന്നെ 18 months. പക്ഷെ അതെന്നിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, വൈകുന്നേരങ്ങളോ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പോകാനൊക്കെ, വോക്കിനൊക്കെ പോകാനൊക്കെ ടെൻഷനായിരുന്നു. കുറേ കാലത്തേക്ക് ആ ഒരു എലമെന്റ് ഓഫ് ട്രോമയാണ് ഉണ്ടായിരുന്നു. ഈവൻ ദോ യു വേ കാം ആൻഡ് ക്വയറ്റ്, ദാറ്റ് സബ്കോൺഷ്യസ്ലി നമ്മുടെ അകത്ത് ഇതുണ്ടാവും. ഞങ്ങൾക്കും അതെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആ പോലീസ് ദാറ്റ് ലേഡി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷീ സെഡ് പോണ സമയത്ത് യുനോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് സിറ്റുവേഷനിലായാലും ഗോ ആൻഡ് പിക്ക് ഹിം എന്ന്. ഓർമ്മയുണ്ടോ? റാദർ ദാൻ യുനോ ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ള മാതിരിയാണ് പറഞ്ഞത്. സോ അതൊരു വലിയ ഇതായിരുന്നു. എനിക്ക് ഇത്ര ട്രോമറ്റൈസിങ് ഒന്നും ഇല്ല. എന്നാലും ഞാൻ പറയണത്, അന്ന് ഞാൻ ഇതേപോലെ ഇത് നമ്മുടെ എൻ്റെ ജോലിയുടെ പാർട്ടായിട്ട് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യും. അപ്പോൾ യൂറോപ്പിൻ്റെ യൂറോപ്പിലെ എല്ലാ കൺട്രീസിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം ഫ്രാൻസിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഫ്രാൻസിൽ നീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ടുലോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഒരു മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. സൗത്ത് ഓഫ് ഫ്രാൻസാ തോന്നുന്നു. അപ്പം അപ്പോൾ ടുലോണിലേക്ക് പോണത് ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇതുവരെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ക്വൈറ്റ് ലുക്കിംഗ് ഫോർവേഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ പോയി. അതും ഞാൻ ജസ്റ്റ് US പോയിട്ട് അതിന് മുന്നത്തെ 2-3 ആഴ്ച മുമ്പ് US പോയിട്ട് വന്നിട്ട് അവിടുന്ന് US കുറേ നല്ല ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് എന്താ പറയുക പോയതായിരുന്നു. അത് വെച്ചാൽ പ്രൊഫഷണൽ ഡ്രസ്സൊക്കെ അതൊക്കെ എടുത്തിട്ടാണ് പോയിരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇതേപോലെ ഫ്ലൈറ്റ് പോയി, എനിക്കൊന്ന് നീസിലിറങ്ങി, നീസിൽ നിന്ന് ട്രെയിനിലേക്കാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ആ ട്രെയിൻ ജേർണിയിലാണ് സംഭവിച്ചത്. അപ്പം ഞാൻ പെട്ടി വെക്കുന്ന സ്ഥലമുണ്ട് നമ്മളുടെ ഇവിടെ എന്താ പറയുക ട്രെയിൻസിൽ. അപ്പോൾ ട്രെയിനിൽ പെട്ടി വയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ബാക്ക് പാക്കിനകത്ത് എൻ്റെ ലാപ്ടോപ്പും പേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചു. എന്നിട്ട് പെട്ടി അവിടെ വെച്ച് ഞാനിരുന്നു. ഞാൻ ടുലോൺ എത്തിന്ന് ഇറങ്ങിയപ്പം പെട്ടി കാണാനില്ല.
പെട്ടി കാണില്ല. ഞാൻ മുകളിലും താഴെയുള്ള ട്രെയിനാണ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിപ്പോയി നോക്കി, ഇല്ല. പുറത്തിറങ്ങി. എനിക്കാണെങ്കിൽ ഇവർക്കാണെങ്കിൽ ഫ്രാൻസിൽ ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമെങ്കിലും ദേ പ്രിഫർ നോട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയൂല്ല. അപ്പം ട്രെയിൻ ഡ്രൈവർ വന്നു ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഒച്ചത്തിൽ ഇറങ്ങിയിട്ട്. പിന്നെ എൻ്റെ സ്വഭാവം വർത്താൻ അവർക്ക് ഐ ലോസ്റ്റ് മൈ ബാഗ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചത്തിലാക്കി. അവർക്കാണെങ്കിൽ അവർ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വെയിറ്റ് ചെയ്തു. ആക്ച്വലി വിച്ച് വാസ് വെരി കൺസിഡറേറ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചു ആ ട്രെയിൻ പിന്നെ ഒരുപാട് സ്റ്റോപ്പ് പോണ ട്രെയിനാണ് ഇത്. വെയിറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഗോ അപ്പ് സ്റ്റേഴ്സ്, ചെക്ക് എവ്രിവെയർ, എന്താ കളറ്. അവർ പോയി നോക്കാൻ തുടങ്ങി, അവരുടെ ആൾക്കാർ പോയി നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മുകളിലും താഴെയൊക്കെ നോക്കി. ഫൈനലി എനിക്ക് മനസ്സിലായി സംഭവം ആരോ അടിച്ചു മാറ്റി. അപ്പം എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു, വാട്ട് ഈസ് ദ കളർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കളർ എന്നൊക്കെ ചോദിച്ചു. ഞാനിത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു സംബടി എടുത്തിട്ടുണ്ട് എന്നുള്ള മാതിരി പറഞ്ഞു. ഞാൻ ഫുൾ തകർന്നു പോയി. എന്താ വെച്ചാൽ ഞാൻ ഈ ഇട്ടിട്ടുള്ള ജീൻസും ടോപ്പും ഇൻഫോർമൽ ആയിട്ടുള്ള ജീൻസും ടോപ്പും ഇട്ടിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യണത്. അതല്ലാണ്ട് ഒന്നുമില്ല എൻ്റെ കയ്യിൽ. എന്തോ ദൈവാധീനം കൊണ്ട് ഞാൻ എൻ്റെ ബാക്ക് പാക്ക്, എൻ്റെ പേഴ്സും അത് ഒരിക്കലും എവിടെയും വെക്കാൻ പാടില്ല എന്ന് ഞാൻ അപ്പോൾ പഠിച്ചത്. ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പറയാം, ഇൻ കേസ് ആരെങ്കിലും നല്ല സേഫാണ് അല്ലെങ്കിൽ പെട്ടിടാത്ത നമ്മളുടെ ലാപ്ടോപ്പ് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ നാളെ ട്രാവൽ ചെയ്തപ്പോഴും ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ തന്നെ നമ്മൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ ഔട്ട് ഓഫ് കൺട്രി ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ടും ബേസിക് ആയിട്ടുള്ള വാലറ്റും നമ്മുടെ കുറച്ച് അകത്തായിട്ടുള്ളൊരു ജാക്കറ്റിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ ഒരു ബാഗ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് വെക്കണതാണ് എപ്പോഴും. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കത് ഫീൽ ചെയ്യണം, അറിയണം. അങ്ങനെ ഒരു സ്ഥലത്തേ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ അത് വേറെ എവിടെയെങ്കിലും വെക്കുക, പിന്നെ ആ ബാഗ് നമ്മൾ പിന്നെ കോച്ചിൽ വെക്കുക അല്ലെങ്കിൽ കാറിൽ വെക്കുക, ടാക്സിയിൽ വെക്കുക, അങ്ങനത്തെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബാക്കി എന്ത് സാധനവും കുഴപ്പമില്ല, പക്ഷെ പാസ്പോർട്ടും വാലറ്റും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ഇതൊക്കെ സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ എന്നാലും ആ സമയത്ത് നമുക്ക് എപ്പോഴും ബെറ്റർ. അതെ, എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ആദ്യം ഏട്ടനെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോൺ കയ്യിലുണ്ടല്ലോ, ഏട്ടനെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസിനാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു അവർക്കൊരു ഒരു ഇത് എഴുതാൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാൻ. ഇന്നതാണെന്ന് ഞാൻ ഇന്നതെന്ന് വരുന്നുണ്ട്, എന്തൊക്കെയാ ദേ ആർ ലൈക്ക് ആസ്കിങ് ജ്വല്ലറി വാട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. എനിക്കാകെ സ്ട്രെസ്സും കൊണ്ട് എനിക്ക് എൻ്റെ സ്ട്രെസ്സാണെന്ന് അറിയാമല്ലോ. ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കരയണോ എന്താ ചെയ്യണോ ഒന്നും അറിയില്ല. ഞാൻ എന്നിട്ട് നടന്നു പോയി ഇതൊക്കെ ചെയ്ത് അവസാനം എൻ്റെ റൂമിലെത്തി. എൻ്റെ വർക്കിൽ എൻ്റെ മാനേജറെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഐ വാസ് താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ഫോണ്, എൻ്റെ പേഴ്സ്, പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയതായിരുന്നു. പിന്നെ അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി. ബിക്കോസ് അഗൈൻ എനിക്ക് ഓഡിറ്റ് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ കോൾ ചെയ്ത് പറഞ്ഞു അവരുടെ അടുത്ത് ഇങ്ങനൊരു സിറ്റുവേഷനാണ്. ആൻഡ് പോയി പിന്നെ അന്ന് ഫുൾ ഡേ വർക്ക് ചെയ്തതിന് ശേഷം വൈകുന്നേരം പിന്നെ ഞാൻ പോയി. ഇൻഷുറൻസ് കമ്പനി തന്നു. എന്നിട്ട് ഞാൻ വാങ്ങിയതിൻ്റെ റീഎംബേഴ്സ് ചെയ്തിട്ട് എനിക്ക് കിട്ടി. നല്ല സൈസിനെ പറ്റി പറയരുത്, ബോഡി ഷേമിങ്. അപ്പം അങ്ങനെ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലെസൺ ലേൺഡും ആയിരുന്നു എന്ന് പറയാം. പിന്നെ ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴേ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ഇന്ത്യയിലായിരുന്നപ്പോഴായാലും ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഒരിക്കലും എനിക്കൊരു പേടി ഉണ്ടാവാറില്ല. അതിനുശേഷം എനിക്ക് എൻ്റെ സാധനങ്ങൾ പോവോ എന്നുള്ളിൽ ഉള്ളിലൊരു ഇതാണ്. അത് ഞാൻ ട്രോമ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ സബ് കോൺഷ്യസ്ലി ഇതുണ്ട്. ഇത് പോവോ. ഈവൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നും, അയ്യോ ഇത് പോവോ. അപ്പം ആ ഒരു ഇത് മേ ബി ഈ ഒരു ഇൻസിഡന്റ് കാരണമായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെ പറയൂ, നമ്മളുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഞാൻ നാളെ സിനിമ കണ്ടില്ല, തമിഴ് സിനിമ ടൂറിസ്റ്റ് ഫാമിലി. എത്രയോ കാലത്തിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയായിരുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കുറേ കരഞ്ഞു. പക്ഷെ അതിൻ്റെ എൻഡിങ് ആയാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഭയങ്കര ഇങ്ങനത്തെ മനുഷ്യർ നമ്മളുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനായി മാറണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ, ഒരു മെസ്സേജാണ് അതിൽ കൂടെ. ആ സ്നേഹം, നമ്മളെ ഫാമിലി തമ്മിലുള്ള കണക്ഷൻ കൂടാണ്ട് അദ്ദേഹത്തിന് എല്ലാരോടും സൊസൈറ്റിയിലെ എല്ലാരോടും ഒരേപോലെ
സ്നേഹം കാണിക്കുക അത് വളരെ കുറവല്ലേ. ഇപ്പം നമുക്ക് എത്ര ആൾക്കാർ നമ്മുടെ നെയ്ബേഴ്സിൽ അറിയാം, ഇത്തിരി ആൾക്കാരെ അറിയാം, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്. അതല്ലാണ്ട് ഈ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയില്ല. നമ്മൾ വളരെ നമ്മളായി എല്ലാം ഒതുങ്ങി എല്ലാം ഒതുങ്ങി നമ്മുടെ ഒതുങ്ങി മൊബൈലില് അതേപോലെ നമ്മളുടെ ഫാമിലി എന്നല്ലാണ്ട് നമ്മൾ ആ പുറം ഫ്രണ്ട്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളുടെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു വരികയാണ്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എല്ലാവരുടെ ആക്ടിങ് ആണെങ്കിലും പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കിയ മൂവിയാണ്. ഐ തിങ്ക് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയ മൂവിയാണ്. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു സ്റ്റോറി ടെല്ലിങ്ങിലാണ് അത് കിടക്കുന്നത് കേട്ടോ. അത്രയും ചെറിയ ഒരു ഇത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഞാൻ പിള്ളേരുടെ അടുത്തും പറഞ്ഞു, അനുവിന്റെ അടുത്തും പറഞ്ഞു, നീ എന്തായാലും പരീക്ഷ കഴിഞ്ഞാൽ അതിരുന്ന് കാണാൻ നല്ല രസം. എല്ലാവരും അത് ഒന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണത്. അതേപോലെ എനിക്കിപ്പോൾ അടുത്ത് എനിക്ക് കുറച്ചു നേരമാണല്ലോ നമ്മൾ ടി വിയെ കാണണം, വളരെ കുറവാണ് ഇപ്പോൾ ടി വിയെ കാണുന്നത്. അപ്പം എനിക്ക് സീരീസൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വളരെ സട്ടിലായിട്ടുള്ള അങ്ങനെ സ്ട്രെസ്ഫുൾ ഒന്നും അല്ലാത്ത സാധനങ്ങൾ കാണാനാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഹൊറർ അല്ലെങ്കിൽ ഈ ക്രൈം, ഭയങ്കര ക്രൈം അങ്ങനത്തെ ഒന്നും എനിക്ക് കാണാൻ വലിയ താല്പര്യമില്ല. അപ്പം എനിക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടായിരുന്നു ആമസോൺ പ്രൈമിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സട്ടിലായിട്ടുള്ള കോമഡിയാണ്. അതേപോലെ തന്നെ ഉള്ള ഒരു സീരീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തായിരുന്നു അതിന്റെ പേര്? വൈദ്യശാല ഒന്നുമല്ല, ഗ്രാം ചികിത്സാലയ്. 5 എപ്പിസോഡേ ഉള്ളൂ, പക്ഷെ നല്ല ഭയങ്കര കാമായിട്ടുള്ള ഒരു നല്ലൊരു ഇതാണ് വൈദ്യശാല ഗ്രാം ചികിത്സാലയ്. എനിക്ക് പേര് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. നമ്മുടെ ഈ അറ്റൻഷൻ ഭയങ്കരമായിട്ട് ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നോണ്ട് പോണോണ്ടാണത്. അപ്പോൾ അതെല്ലാവരും അത് ഹിന്ദി കാണുന്ന, അതേപോലെ ഇങ്ങനെ സട്ടിലായിട്ടുള്ള എന്തെങ്കിലും കാണാൻ ഇഷ്ടമുള്ളവർക്ക് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആക്ടിങ് വളരെ ചെറിയ ചെറിയ ആക്ഷൻസും കൂടി നല്ല അതിൽ ജീവിക്കാൻ നമുക്ക് തോന്നും. അതേപോലെ ആ ഡോക്ടർക്ക് എവിടെയൊക്കെ പോവായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ടോപ്പറാണ്. അപ്പോൾ ഹി കുഡ് ഹാവ് ഗോൺ എനിവെയർ എൽസ്. പക്ഷെ ആ ഗ്രാമത്തിനെ സേവിക്കാൻ അന്ന് അതേപോലെ തന്നെ ഒരുപാട് ഇന്നും നമ്മളുടെ ഇടയിൽ ഉണ്ട് ആൾക്കാർ ആ സേവനത്തിന് വേണ്ടി. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പം നമുക്ക് കേരളത്തിൽ ഗ്രാമം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ ഇല്ല ശരിക്കും. എല്ലാവരും ഏകദേശം അവരുടെ ലൈഫ് സ്റ്റൈലും ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. നോർത്തിലൊക്കെയാണ് ഒരുപാട് ഉള്ളിലുള്ള ഗ്രാമങ്ങളും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും. അതേപോലെ അവിടെ കറക്റ്റായിട്ടുള്ള എല്ലാം ഹെൽത്ത് വൈസ് ആണെങ്കിലും പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടാത്ത എത്രയോ ഗ്രാമങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ പോയി സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടേക്ക് ഒന്ന് പോവാണ് വ്യവസായിച്ച് പറ്റുകയാണെങ്കിൽ. ഈ നോർത്തിലൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. ഒരുപാട് സ്നേഹം എല്ലാവർക്കും. നിങ്ങളുടെ കമന്റ്സും സജഷൻസും ഒക്കെ പോരട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയൂ. നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. ഞങ്ങൾക്ക് ഭയങ്കര രസമുണ്ട് ഇത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും നമ്മളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനും. അപ്പം ഇനിയും അടുത്ത എപ്പിസോഡ് വരെ കാണാം. അപ്പം കലബലയുടെ എപ്പിസോഡ് കൂടുതൽ ആൾക്കാരും കേൾക്കുന്നത് സ്പോട്ടിഫൈയിലും ആപ്പിൾ മ്യൂസിക്കിലും അങ്ങനെ പല പല പോഡ്കാസ്റ്റിംഗ് ചാനൽസിലുമാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോയിൽ കാണണം നിർബന്ധമില്ല. അപ്പം എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയൂ. അതേപോലെ നമ്മൾ കുറച്ച് ഗസ്റ്റിനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പം നമുക്ക് കൂടുതൽ അവരുടെ വിശേഷങ്ങളും അവരുടെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറീസും അവരുടെ ഒരു കരിയർ പാത്തും അവരുടെ ലൈഫിലുണ്ടായ ഇൻസിഡൻസും ഒക്കെ ഒരുപാട് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ്, ഓരോന്നും പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ഇൻസിഡൻസ് കേൾക്കുമ്പോഴും നമ്മൾ അതിനെ പഠിക്കും. അപ്പൊ എല്ലാവർക്കും നന്ദി. ആൻഡ് ലോട്ട് ഓഫ് ലവ് ഫ്രം us to you. എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കും. ബൈ.